എന്തായാലും അങ്ങനെയൊന്നും അല്ലെങ്കിൽ വാഹനം കണ്ടെത്താനോ അതിനുള്ള സമയമൊന്നും ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചില്ല. അതിനു മുമ്പ് തന്നെ ആളുകളൊക്കെ കണ്ട് സംശയത്തോടു കൂടി നോക്കാൻ തുടങ്ങി. അങ്ങനെ അതോടുകൂടിയാണ് അയാൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചാടിയത്. ആ സ്ഥലത്തും മറ്റ് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അവിടെ അടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. കുറച്ച് സ്ഥലം മാത്രമാണ് നമുക്ക് ലഭ്യമായ ഒരു അടിസ്ഥാനത്തിൽ അവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ആളൊഴിഞ്ഞ കുറ്റിക്കാടുകളുള്ളത്. ആളൊഴിഞ്ഞ കുറ്റിക്കാട് വഴിയാണ് അയാൾ കുറച്ച് ദൂരെ യാത്ര ചെയ്തത്. പക്ഷേ ആ കുറ്റിക്കാട്ടിലും അങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. സ്വാഭാവികമായും ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൊടും ക്രിമിനലിന് ഇങ്ങനെ താൻ അവിടെ നിന്ന് ചാടി അവിടേക്ക് എത്തിയെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആ തരത്തിലേക്ക് ഒരു തെരച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും പോലീസ് നായയൊക്കെ ഉപയോഗിച്ചുള്ള തെരച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഗോവിന്ദച്ചാമിക്കും ക്രിമിനലുകൾക്ക് നന്നായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അവിടെ നിന്ന് അധിക ദൂരം പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ചില CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഒരു കറുത്ത ഡ്രസ്സിട്ട് കൊണ്ട് ഗോവിന്ദച്ചാമി യാത്ര ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ, ഒരു ഇടവഴിയിലൂടെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും CCTV ഉണ്ട്. അപ്പോൾ ഏത് വഴിക്കൂടാണ് പോയത്, പോലീസ് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാരടക്കം തങ്ങളുടെ വഴി കൂടി പോയിട്ടുണ്ടോ എന്നൊക്കെ CCTV വഴിയുള്ള പരിശോധനകളൊക്കെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അങ്ങനെ ഒരാൾ നടന്നു പോകുന്നത്, കയ്യില്ലാത്ത ഒരാൾ പാൻസൊക്കെ ഇട്ട് നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും അവിടെ നിന്ന് ലഭ്യമായിരുന്നു. വെളുപ്പക്കാലത്താണ് ഈ മട്ടിൽ അയാൾ നടന്നു പോകുന്നത്. അങ്ങനെ എന്തായാലും അയാൾക്ക് അവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസമാണ്. അല്ലെങ്കിൽ കേരള പോലീസിനാകെ വലിയ നാണക്കേട് ഉണ്ടാകുമായിരുന്നു. ജയിലിൻ്റെ ഭാഗത്തു നിന്ന്, ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ സുരക്ഷാ പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിനി ആരെങ്കിലും അതിൽ ഒത്താശയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനി പരിശോധന നടക്കേണ്ടതുണ്ട്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പോലീസിന് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗോവിന്ദച്ചാമിയെ പോലെ ഒരാൾ കണ്ണൂർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അയാളെ പിടികൂടാൻ കഴിയാതെ ഇരുന്നെങ്കിൽ ഈ ഏതാനും മണിക്കൂറുകളായപ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ പ്രതിഷേധവും അമർഷവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം കേരള മനസാക്ഷി, സാധാരണ ജനങ്ങൾ അത്രത്തോളം വെറുക്കപ്പെട്ട ഒരു ആൾ കൂടിയാണ് ഈ ഗോവിന്ദച്ചാമി. ഒരാളെ കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് അതിക്രൂരമായ രീതിയിലേക്ക് മനുഷ്യനാണോ എന്ന്, പിശാചാണോ എന്നൊക്കെ ആളുകൾ സംശയിക്കുന്ന തരത്തിലേക്കുള്ള, അല്ലെങ്കിൽ ആ മട്ടിലേക്കൊക്കെ ആളുകൾ ഉപമിക്കുന്ന തരത്തിലേക്കുള്ള കൊടും ക്രൂരകൃത്യം ചെയ്യാൻ ഒരു മടിയില്ലാത്ത ലൈംഗിക വൈകൃത കുറ്റവാളി കൂടിയായിരുന്നു ഈ ഗോവിന്ദച്ചാമി. അങ്ങനെ ഒരാൾ രക്ഷപ്പെട്ടാൽ അയാൾ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഏത് നാട്ടിൽ ചെന്നാലും അവിടെയൊക്കെ വീണ്ടും സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലേക്കുള്ള ഭീകരാക്രമണം, ഇത്തരത്തിലുള്ള കൊടും ആക്രമണങ്ങളൊക്കെ നടത്താൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. അയാളാണ് ജയിൽ ചാടിയത്. ആ ജയിൽ ചാടിയ അയാളെ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ കാര്യമായി അങ്ങനെ അയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ ചിലത് വ്യക്തമാണെങ്കിൽ അതിൽ കാര്യമായ പരിക്കൊന്നുമുള്ളതായി, ഈ ജയിൽ ചാട്ട മുകളിൽ നിന്ന് താഴേക്ക് വീണെങ്കിലും അങ്ങനെ കാലിനോ അങ്ങനെ എന്തെങ്കിലും കാര്യമായ പരിക്കൊന്നുമുള്ളതായി അതിൽ വ്യക്തമല്ല. അയാൾ അനായാസമായി തന്നെ നടന്നു പോകുന്ന ഇതാണ് കാണുന്നത്. ഓടുന്ന ട്രെയിനിൽ നിന്നൊക്കെ ആ സമയത്ത് ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് പെൺകുട്ടിയെ തള്ളിയിടാനും ചാടി പുറത്തേക്ക് ഇടാനും അതിനുശേഷം പിന്നീട് അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ആ തരത്തിലേക്കൊക്കെ ചെയ്യുന്ന ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമാകുമെന്ന് തോന്നുന്നില്ല. അയാൾ അങ്ങനെ എന്തായാലും പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസമാണ്. വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് കേരള പോലീസിന് ഒരു വലിയ നാണക്കേടിൽ നിന്നുകൂടിയാണ് എന്തായാലും ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ കഴിയാതെ ഇയാൾ വെളുപ്പിനെ ആദ്യം പുറത്തു വന്നതുപോലെ 1:20 അല്ലെങ്കിൽ ഇയാൾ ആദ്യം ചാടുന്നത് 4:20 കൂടിയാണ് ആദ്യം അതിൽ ചാടുന്നത്. ആ സമയത്ത് തന്നെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അധിക ദൂരത്തിലേക്കൊക്കെ പോകാൻ കഴിഞ്ഞതിന്, ആ ദൂരത്തേക്കൊക്കെ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിലൊക്കെ നിൽക്കാൻ ഇത്തരം ക്രിമിനലുകൾക്കൊക്കെ ഇത് വളരെ വേഗത്തിൽ തിരിച്ചറിയാം. ഏത് സ്ഥലത്ത് നിന്നാൽ ആളുകൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതൊക്കെയാണ്. പോലീസിൻ്റെ ഇയാൾ പിടികൂടിയെങ്കിലും പോലീസ് ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോഴും നൽകിയിട്ടില്ല. അവർ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി ഇത് ഗോവിന്ദച്ചാമി തന്നെയാണ് എന്നുള്ളതിന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ജയിൽ അധികൃതരെ കൊണ്ടുവന്ന് അയാളുടെ മുഖം കാണിച്ച് അയാൾ തന്നെയാണ് ഇയാൾ എന്നത് ഉറപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ എന്തെങ്കിലും സംശയം പറയുന്നുണ്ടോ പോലീസ്? സ്ഥിരീകരണം വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ അല്ലേ? അത് സ്ഥിരീകരണം അങ്ങനെ തന്നെയാണ് പറയുന്നത് മഞ്ജുഷ. ഈ സ്ഥിരീകരണം വരണം എന്നുണ്ടെങ്കിൽ പോലീസ് ഒരാളെ പിടികൂടി അയാളുടെ ഈ കൈയില്ലാത്ത ആൾ തന്നെയാണ്, അയാൾ കറുത്ത വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നതും അയാൾ ഗോവിന്ദച്ചാമി തന്നെയാണെന്ന് പോലീസ് ഉറപ്പുണ്ട്. പക്ഷേ അത് ഇനി ജയിൽ അധികൃതർ വന്നതിന് ശേഷം അത് അവർ വന്ന് പരിശോധിക്കണം. ഇയാൾ തന്നെയാണ് അയാൾ എന്നത് ഉറപ്പാക്കണം. സ്വാഭാവികമായും ഇയാൾ ഗോവിന്ദച്ചാമി അല്ല എന്നുള്ള നിലപാടായിരിക്കും ഈ പിടികൂടിയപ്പെട്ട അയാൾ എടുക്കുക. അതിനുശേഷം വന്ന് പരിശോധിച്ച ശേഷം മാത്രമേ ഇയാളുടെ ശരീരത്തെ അടയാളങ്ങളൊക്കെ ഉണ്ട്. ജയിൽ കയറുമ്പോൾ ഏത് പ്രതികയും അയാളുടെ ശരീരത്തിലെ അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ അടയാളങ്ങളൊക്കെ വെച്ച് ഇയാൾ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം. അത് ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സ്വാഭാവികമായി ഇങ്ങനെ ഒരു പ്രതിയെ പിടിച്ചാൽ അതിന് കുറച്ച് സമയമെടുക്കും. അതിനുശേഷം മാത്രം അത് മുകളിലേക്കൊക്കെ അറിയിച്ച് അതിൻ്റെ ഒരു സ്ഥിരീകരണത്തിന് സമയമുണ്ട്. ആ സമയം മാത്രമാണ്
സ്ഥിരീകരണമാണ് ഇപ്പോൾ എടുക്കുന്നത്. അല്ലാതെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനൗദ്യോഗികമായി നമ്മൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു സംശയം ഇയാൾ തന്നെയാണോ അയാൾ എന്ന് അങ്ങനെ ഒരു സംശയം അവർ പറയുന്നില്ല. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല, അതിന് സമയമെടുക്കും എന്നുള്ളതിനാണ് പറയുന്നത്. എന്തായാലും അത്തരം ചില ദൃക്സാക്ഷിയും പറയുന്നുണ്ട്, ദൃക്സാക്ഷിയായ വിനോജ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സന്തോഷാണ് ഗോവിന്ദചാമിയെ ആദ്യം കണ്ടതും ഈ പിടികൂടാൻ സഹായിച്ചതും എന്നുള്ളതാണ്. ഗോവിന്ദചാമി പിടിയിലായിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജയിൽ വകുപ്പ് അധികൃതർ വരുന്നുണ്ട്. തളാപ്പിലെ ഒരു വീട്ടിൽ നിന്നാണ്, ആളൊഴിഞ്ഞ ഒരു വീടിന് സമീപത്തു നിന്നാണ് പിടികൂടിയത് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും അത് ദൃക്സാക്ഷികൾ അക്കാര്യം പറയുന്നുമുണ്ട്. ഗോവിന്ദചാമിയെ കണ്ട നാട്ടുകാർ അക്കാര്യം പറയുന്നുണ്ട്. നാട്ടുകാരെ കണ്ടപ്പോൾ ഒളിച്ചിരുന്നു ഗോവിന്ദചാമി, അതിനുശേഷം മതിൽ ചാടി ഓടാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഇക്കാര്യത്തിൽ സഹായകരമായിരുന്നു. തളാപ്പിന് സമീപത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വന്നിരുന്നു. ഗോവിന്ദചാമി മതിൽ ചാടി ഓടിയ ആ സ്ഥലം, സെൻട്രൽ ജയിലിന് സമീപത്തുള്ള സ്ഥലത്ത് പോലീസും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയിരുന്നു. ആ സമയത്താണ് തളാപ്പിലെ ഒരു വീടിന് സമീപത്ത് നിന്ന് ഗോവിന്ദചാമിയെ കണ്ടത്. സംശയം തോന്നി പിന്നിൽ നിന്ന് വിളിക്കുകയായിരുന്നു നാട്ടുകാർ. അപ്പോൾ ഓടുവാൻ ശ്രമിച്ചു എന്നാണ് ദൃക്സാക്ഷിയായ വിനോജ് പറഞ്ഞത്. ആ സമയത്താണ് കൂടുതൽ സംശയം തോന്നിയതും അങ്ങനെ കൂടുതൽ ആളുകൾ അവിടെ എത്തുകയും ചെയ്തത് എന്നാണ് വിനോജ് പറയുന്നത്. വിനോജ് കണ്ട നാട്ടുകാരനാണ്, ഗോവിന്ദചാമിയെ ആദ്യം കണ്ട നാട്ടുകാരനാണ്, തളാപ്പിലെ താമസക്കാരനാണ്. ഇത്രയും വിവരങ്ങൾ വന്നിട്ടുണ്ടല്ലോ കിരൺ. ഇനി ഔദ്യോഗികമായ സ്ഥിരീകരണം മാത്രമല്ലേ വരാനുള്ളൂ? അതെ, ഇനി ഔദ്യോഗിക സ്ഥിരീകരണമാണ്. ഔദ്യോഗിക സ്ഥിരീകരണത്തിന് ചില പോലീസിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇയാളുടെ ശരീരത്തെ അടയാളങ്ങൾ പരിശോധിക്കണം. ജയിലിൽ വെക്കുമ്പോൾ എത്തിയ ഇയാളുടെ പോലീസിൻ്റെ ഭാഗത്ത് തന്നെ ഇയാളെ കുറിച്ചുള്ള പ്രതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്. അയാളുടെ ഉയരം, അയാളുടെ ശരീരത്തെ വിവിധ സ്ഥലങ്ങളിലുള്ള അടയാളങ്ങൾ, അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇയാൾ ഗോവിന്ദചാമി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ. അത് പോലീസിൻ്റെ നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾക്ക് സ്വാഭാവികമായും എടുക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ഈ ഗോവിന്ദചാമിയെ കൊണ്ടുവരാൻ അടക്കമുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇയാൾ ചാടിയ സമയം അയാൾ പുറത്ത് വന്നപ്പോഴേക്കും വെളിച്ചം വീഴാൻ തുടങ്ങിയിരുന്നു. 6 മണിയോട് അടുത്തിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വെളിച്ചം വീഴാൻ തുടങ്ങിയിരുന്നു. അവിടെ ആളുകളൊക്കെ റോഡിലേക്കൊക്കെ വരാൻ തുടങ്ങിയിരുന്നു. നമുക്കറിയാം, രാവിലെയൊക്കെ ആളുകൾ റോഡിലേക്കൊക്കെ വരും. രാവിലെ അവധിതരായ മനുഷ്യരെ കണ്ടാൽ സ്വാഭാവികമായും ആളുകളൊക്കെ ശ്രദ്ധിക്കും. രാവിലെയൊക്കെ സ്ഥിരമായി വരുന്ന ആളുകൾ ഒരേ ആളുകളൊക്കെ തന്നെയായിരിക്കും. അത് അങ്ങനെ അവധിതരനായ ഒരാളെ കണ്ടപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുകയും ഇയാൾ കൈ ഒളിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഗോവിന്ദചാമിയാണോ എന്നത് ആ സമയത്ത് അവർക്ക് സംശയം ഉണ്ടായിരുന്നു എന്നറിയില്ല. പക്ഷേ അയാളുടെ ചില സംശയങ്ങൾ തോന്നിയിരുന്നു. അങ്ങനെ സംശയം നിന്ന് അയാളെ പിന്നിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇയാൾ ഓടിപ്പോയത്. ഓടിയ ശേഷം അയാളൊരു മതിൽ ചാടി പോവുകയായിരുന്നു. മതിൽ ചാടിയ ശേഷം പിന്നീട് ഈ തളാപ്പ് അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയ കുറ്റിക്കാട് പോലെ ഉണ്ട്. അവിടെ ആ കുറ്റിക്കാട്ടിൽ ആളുകളൊക്കെ താമസമുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ കുറച്ച് സ്ഥലം കുറ്റിക്കാടുകളാണ്. അങ്ങനെ കുറ്റിക്കാടിലൂടെ പോയി അവിടെ ഒരു ആളൊഴിഞ്ഞ വീടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് മാറി മറ്റൊരു വീട്ടിനുള്ളിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് ഇപ്പോൾ അയാളെ പിടികൂടിയിരിക്കുന്നത്. വീട്ടുകാർ കണ്ടിട്ടാണോ അതോ ഇനി എങ്ങനെയാണ് എന്നുള്ള അത്തരം വിവരങ്ങൾ കൂടി ഇനി പുറത്തു വരാനുണ്ട്. പോലീസ് തന്നെയാണോ ആദ്യം കണ്ടെത്തിയത്, വീട്ടുകാർ ആളെ കണ്ട് സംശയിച്ചും പോലീസിൽ അറിയിക്കുകയായിരുന്നു. എന്തായാലും അയാളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ സ്ഥലത്ത് നിന്ന് ടൗൺ മേഖല തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഒളിച്ചു നിൽക്കാൻ സ്ഥലത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. അങ്ങനെ ദീർഘമായ കിലോമീറ്ററുകൾ നീളുന്നോ അങ്ങനത്തെ കുറ്റിക്കാടുകളോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളോ ഒക്കെ കുറവാണ്.